നമസ്കാരം വണക്കം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. യെസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എയർപോർട്ടിലാണ്. നമ്മളൊരു സ്കൂട്ടറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ വണ്ടി ഒന്നല്ല, മാർക്കറ്റിൽ ഒരുപാട് നാളായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു TVS Ntorq. അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. BS6 മോഡലാണ് ഈ കാണുന്നതാണ് വണ്ടി. ഒരു പുതിയ സ്ക്വാഡ് എഡീഷനിൽ പെട്ട ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ റിവ്യൂയിലേക്ക് കിടക്കാം അല്ലേ. നമുക്ക് ഫ്രണ്ടിലത്തെ ലുക്കിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ്ലി പ്ലെയിൻ ഡിസൈനാണ്. 2 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് കണക്റ്റിൻ്റെ ഒരു ലോഗോ ആണ് വരുന്നത്. സ്മാർട്ട് കണക്റ്റ് എന്ന് പറയുന്നത് TVSൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, യൂസർ ഇൻ്റർഫേസ് ആണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്തിട്ട് വണ്ടിയുടെ റൈഡ് ഡീറ്റെയിൽസും പിന്നെ മോഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അവഞ്ചേഴ്സിൻ്റെ ലോഗോ കാണാം. ഇതൊരു സൂപ്പർ സ്ക്വാഡ് എഡീഷനാണ്, ബ്ലാക്ക് പാന്തർ എഡീഷൻ വരുന്നത്. സൈഡിലും ഒരു സൂപ്പർ സ്ക്വാഡ് എഡീഷൻ എന്നുള്ളത് ലോഗോയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു 35 വാട്ട്സിൻ്റെ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. വിത്ത് DRL ആണ് വരുന്നത്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇതൊരു അലോയ് വീലാണ്. പിന്നെ ടയേഴ്സ് വരുന്നത് TVSൻ്റെ തന്നെയാണ്. 180 എന്ന സെഗ്മെൻറ്റിലുള്ളൊരു ടയേഴ്സാണിത്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക്കാണ്, 220 mm ഡിസ്ക്കാണ് ഫ്രണ്ടിലുള്ളത്. അതേപോലെ തന്നെ ബാക്കിൽ വരുന്നത് ഡ്രമ്മാണ്. ഇതൊരു കോംബി ബ്രേക്ക് സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ബാക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ടും ഒരു ചെറിയ ബ്രേക്കിംഗ് വരുന്ന പോലെ തന്നെ. പിന്നെ ഈ വണ്ടി റേസിംഗ് ട്യൂൺഡ് FI ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. TVSൻ്റെ തന്നെ റേസിംഗ് ട്യൂൺഡ് FI ആണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ വണ്ടി വളരെ ഒരു ഷാർപ്പ് ഡിസൈനാണ് വണ്ടിയിൽ വരുന്നിരിക്കുന്നത്. പല സൈഡിലും നല്ലൊരു രീതിയിലുള്ളൊരു ലൈൻസും കട്ടിങ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 155 mm ആണ് ഈ വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. സൈഡിൽ ഫൈബർ മെറ്റീരിയലാണ് സൈഡിലുള്ളത്. ഒരു TVS റേസിംഗ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Ntorqൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ വാക്കൻഡ ഫോർ എവർ എന്നുള്ളൊരു സ്റ്റിക്കറിങ്ങും ഈ ഒരു സൈഡിൽ കാണാം. 125cc എഞ്ചിനാണ് നമ്മളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു Ntorqൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 9.38 PS പവർ അറ്റ് 7000 RPM. അതേപോലെ തന്നെ 10.5 Nm ടോർക്ക് അറ്റ് 5000 RPM ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾക്കി ഡിസൈനായിട്ടുള്ള ഒരു എക്സോസ്റ്റാണ് ഈ വണ്ടിയിലേക്ക് കാണുന്നത്. നല്ലൊരു ബാസി സൗണ്ടാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇനി താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 110/80 സെക്ഷനിലുള്ളൊരു TVSൻ്റെ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് വ്യൂയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിൽ ഒരു DRLൻ്റെ സെയിം ഡിസൈനിലുള്ള ഒരു T എന്ന് പറയാം, Ntorqൻ്റെ T റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ബാക്കിലെ ലൈറ്റ്സ് ആണ് വരുന്നത്. ബാക്കിലെ ടെയിൽ ലൈറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. ഒരു എയർ ഇൻടേക്ക് പോലത്തെ ഒരു ഡിസൈനാണ് ബാക്കിലുള്ളത്. 2 സൈഡിലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇൻടേക്ക് അല്ല, അതൊരു ഫേക്ക് ഡിസൈൻസ് ആണ്. ഒരു കുറച്ചും കൂടി സ്പോർട്ടിയ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ബൾബാണ്. ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ബൾബാണ്. സൈഡിൽ 2 റിഫ്ലക്റ്റേഴ്സ് കാണാം, ബാക്കിലും റിഫ്ലക്റ്റേഴ്സ് കാണാം. വണ്ടിയുടെ സൈഡ് ലുക്സ് ജസ്റ്റ് ഒരു ബേസിക് ഡിസൈൻസ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്ത് കണ്ട പോലെ തന്നെയുള്ള Ntorq 125 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. വാക്കൻഡ ഫോർ എവർ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. ഇതൊരു ഫുഡ് റെസ്റ്റ് ആണ്, ഫുഡ് പാക്സ്, കിക്ക് സ്റ്റാർട്ട് ഉണ്ട്, സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. ബേസിക്കലി അത്രയും തന്നെ ഉള്ളൂ. ഈ സൈഡിലും ഉള്ള ഡിസൈൻസ് എന്ന് പറയുന്നത് ബൈക്ക് പോലെ വളരെയധികം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ ബാക്കിലാണെങ്കിലും സ്പ്രിങ് സസ്പെൻഷനാണ് വരുന്നത്. വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സാണ് വരുന്നത്. വേറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 കിലോ വരെയുള്ള സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹുക്ക് ഫ്രണ്ടിൽ കാണാം. ഇനി താഴെയും അതേപോലെ തന്നെ ഉള്ളൊരു ഹുക്ക് താഴെയുണ്ട്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഇതാണ് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഗ്ലൗസ് കാര്യങ്ങളുണ്ട്. ഒരു ഡീസൻറ്റ് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റും കാണാം. പിന്നെ പുറത്ത് തന്നെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. ഇതിപ്പോൾ റൈറ്റിലോട്ട് കീ തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ്സ് തുറക്കും. അതേപോലെ തന്നെ കീ ഇട്ടിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ടാങ്ക് ഓപ്പണായി കിട്ടും. നമുക്ക് വണ്ടി ഓൺ ചെയ്ത് നമുക്ക് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. അപ്പോൾ
ഇവിടെ കാണാം ഹലോ നൗഷാദ് ഖാൻ, വണ്ടിയുടെ ഓണറുടെ നെയിമാണ്. ഈ സൈഡിൽ നമുക്കൊരു ഹെൽമെറ്റിൻ്റെ ലോഗോ കിടന്ന് മിന്നുന്നുണ്ടോ, അത് നമ്മളെ ഒരു റൈഡറിനെ അലേർട്ട് ചെയ്യുന്നതാണ്. റൈഡിങ്ങിന് മുമ്പ് ഹെൽമെറ്റ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ട്രിപ്പ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഓഡോമീറ്റർ റീഡിങ് ഇവിടെ കാണാം, ടൈം, ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ എൻജിൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ടെമ്പറേച്ചർ അറിയാനായിട്ടുള്ളൊരു ഡിസ്പ്ലേയും കൂടിയും ഈ സൈഡിലുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സിനുള്ളത് ഫ്യൂവൽ, പിന്നെ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൈഡിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഒരു റൈഡിങ് ഫീലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ബമ്പി റോഡ്സിലാണെങ്കിലും കുറച്ചും കൂടി കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഫ്രണ്ട് ഞാൻ പറഞ്ഞത് ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ്. ബാക്കിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആ റൈഡിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ആക്സസ് ഓടിക്കുന്ന ഒരാളാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 feet 9 ആണ്. എൻ്റെ വെയിറ്റ് വരുന്നത് 120 kgs ആണ്. എനിക്ക് ആ വണ്ടി ഒരു ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിച്ചാൽ പോലും തന്നെ എനിക്ക് പെട്ടെന്ന് നടുവേദന ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു വണ്ടിയിൽ. ബട്ട് എനിക്ക് ഈ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ ഒരു കംഫർട്ട് റൈഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് വരുന്നത് വളരെ ഒരു കുഷ്യൻ സീറ്റാണ് വരുന്നത്. നല്ല ഇരിക്കാൻ വളരെ സുഖമായിട്ടുള്ളൊരു സീറ്റ്സാണ് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രേക്സ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കോംബി ബ്രേക്ക് സിസ്റ്റം, ഒരു സിങ്ക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. ABS ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സിങ്ക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. സിങ്ക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഹോണ്ടയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കോംബി ബ്രേക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ബാക്ക് പിടിച്ചാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഫ്രണ്ട് ബ്രേക്സിലോട്ടും അതൊന്ന് മൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ചും കൂടി ബ്രേക്കിംഗ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ടാണെങ്കിലും ഈ വണ്ടി വളരെ കംഫർട്ടാണ്. സിറ്റി റൈഡിനൊക്കെ നോക്കുമ്പോൾ ഈ വണ്ടി വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ബ്രേക്സ് ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു കണ്ടോ, നല്ല റെസ്പോൺസീവായിട്ടുള്ള ഒരു ബ്രേക്സ് തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ബൈറ്റും ഫ്രണ്ട് ബ്രേക്സിൽ ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കിൽ നിന്ന് നല്ലൊരു ബൈറ്റാണെങ്കിലും ലഭിക്കുന്നുണ്ട്. ഈസി മാനുവറിങ് ആണ്, ഒരു പ്രശ്നമില്ല. ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിവ്യൂ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ് ഇറ്റ് എ ഗുഡ് ഓപ്ഷൻ ടു ബൈ? ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ഏതൊരു പ്രായക്കാർക്കാണെങ്കിലും ഇതൊരു ബെസ്റ്റ് ചോയ്സ് വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാനാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ എൻ്റെ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ടുള്ള സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു നല്ലൊരു പേഴ്സൻ്റ് ആൾക്കാരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വ്യൂ ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബിംഗ് ആണ് എൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വണ്ടി തന്ന റെഡ് ബിക്കാണെങ്കിലും റെഡ് ബിയുടെ ബ്രദേഴ്സായിട്ടുള്ള ഷാറൂഖിനും ഷഹബാസിനും ഒരു വളരെയധികം നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. ദിസ് യുവർ സ്ലിപ്പർ ക്ലച്ച് സൈനിങ് ഓഫ്. ബൈ.